കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെയും ആൺസുഹൃത്തിൻ്റെയും മരണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന അന്വേഷണം. സന്ദേശ് ജീവനൊടുക്കിയത് മാനസിക സമ്മർദ്ദവും കുറ്റബോധവും കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ആസാദ് നഗറിൽ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെയാണ് സന്ദേശ് മന്നിപ്പാടിയിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, ചിന്നു പാപ്പുവിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ആൺസുഹൃത്തിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവികമായും ഈ ചിന്നുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ യുവാവിനെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ സമ്മർദ്ദമുണ്ടാകാം, കുറ്റബോധമുണ്ടാകാം. ആത്മഹത്യക്കുറിപ്പോ മറ്റോ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എന്താണ് ആത്മഹത്യ കാരണമെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോമെ, പോലീസും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ് എന്നാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ചിന്നുപാപ്പു എന്ന് പറയുന്ന രേഷ്മ ആത്മഹത്യ ചെയ്തപ്പോൾ സന്ദേശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും വലിയ മാനസിക സംഘർഷത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാൾക്ക് ഈ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധമില്ല എന്ന് കണ്ട് രക്ഷിതാക്കളെ വിളിച്ചാണ് പറഞ്ഞേക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഒരു പ്രേമാന്ത്യം, 2 ആത്മഹത്യ, അതോടൊപ്പം 4 വയസ്സുള്ള ഒരു കുട്ടിയെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടു എന്നതാണ് ഏറ്റവും വേദനാജനകം. തിങ്കളാഴ്ചയാണ് രേഷ്മയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സന്ദേശ് തന്റെ സ്വന്തം വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് 2 ആത്മഹത്യകളിലും വിശദമായ പരിശോധന നടത്തും. പോലീസ് പ്രാഥമികമായി പറയുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം കാരണമാണ് സന്ദേശ് ആത്മഹത്യ ചെയ്തതെന്ന് തന്നെയാണ്. മറ്റ് കാര്യങ്ങളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രേഷ്മയുടെ മൊബൈലും അതോടൊപ്പം സന്ദേശിന്റെ മൊബൈലും നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് കൃത്യമായി രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. കാരണം ഈ സന്ദേശ് വലിയ കടുത്ത മാനസിക സംഘർഷത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സംശയമുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഒരു പക്ഷേ ഒരു കടുങ്കൈയിലേക്ക് സന്ദേശ് പോകുമോ എന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിവരം രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഇയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തുടക്കത്തിൽ ഇവർ തമ്മിൽ സൗന്ദര്യ പിണക്കുകൾ ഉണ്ടായിരുന്നു, തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്ന ഒരു തരത്തിലുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദേശിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഒടുവിൽ സന്ദേശ് അല്ല ഈ ഒരു കാരണം, അല്ലെങ്കിൽ രേഷ്മ ആത്മഹത്യ ചെയ്യാൻ കാരണം സന്ദേശ് അല്ല, രേഷ്മയ്ക്ക് ഇത് കൂടാതെ വലിയ മാനസിക സംഘർഷം കൂടുതൽ മറ്റ് അനുഭവം ഉണ്ടായിരുന്നു. കാരണം സ്വന്തം ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം, അതും വിവാഹിതയായ ഒരു യുവതിക്കൊപ്പം ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘർഷാവസ്ഥ, മാനസിക സംഘർഷാവസ്ഥയിലേക്ക് അതെല്ലാം ആയിരിക്കാം ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെയും ആൺസുഹൃത്തിൻ്റെയും മരണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ചിന്നുവിൻ്റെ മരണത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളാണ്, ആൺസുഹൃത്തുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത്തരം പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ആൺസുഹൃത്തിൻ്റെ ആത്മഹത്യ. ബൈജു, ഈ മരണത്തിന് പിന്നാലെ, ചിന്നുവിൻ്റെ മരണത്തിന് പിന്നാലെ സന്ദേശത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള സൈബർ ആക്രമണം, അതല്ലെങ്കിൽ ഭീഷണിയോ മറ്റും ഉണ്ടായിരുന്നോ? ടോമെ, സന്ദേശിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. രേഷ്മയുടെ ആത്മഹത്യക്ക് കാരണം സന്ദേശാണെന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ച് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചില ഓൺലൈനിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും ഇയാളെ കടുത്ത മാനസിക സംഘർഷത്തിനിടയാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഇയാൾക്ക് വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു. കാരണം അവസാന ഈ ചിന്നു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് 4 ദിവസം മുൻപൊക്കെ ഇവർ തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തർക്കങ്ങളിലേക്ക് ഏർപ്പെട്ടിരുന്നു. അതെല്ലാം ഇയാളെ വലിയ കുറ്റബോധത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രാഥമികമായി അത്തരത്തിൽ കാര്യങ്ങളാണ് ഈ ഒരു ആത്മഹത്യക്കെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെങ്കിലും ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇടപെടലുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസിന് വിവരങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 2 ആത്മഹത്യകളിലും
തൂങ്ങി മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉള്ളത്. ഇപ്പോൾ സന്ദേശിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇന്ന് എത്തിയത്. അതിലും തൂങ്ങി മരണമാണ്. മറ്റ് അസ്വാഭാവികതയൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ മരിക്കുന്നതിന് ഇന്നലെ രാത്രിയൊക്കെ 12 മണി വരെ സുഹൃത്തുക്കൾ സന്ദേശിനൊപ്പം ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ആ മാനസിക സംഘർഷാവസ്ഥയിൽ എന്തെങ്കിലും ഇത്തരത്തിൽ കടുങ്കൈ ചെയ്യുമെന്ന് അവർക്ക് ആ തരത്തിൽ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ എപ്പോഴും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ഈ വീട്ടിലെത്തിയ സമയത്താണ് ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ രേഷ്മയ്ക്ക് തൊട്ടു പിന്നാലെ സന്ദേശം ആത്മഹത്യ ചെയ്തത്. ഇതിൽ ഏറ്റവും നേരത്തെ പറഞ്ഞത് തന്നെയാണ് 4 വയസ്സുള്ള ഒരു മകൻ. ആ മകൻ ഇനി അനാഥത്വത്തിലേക്ക് പോയിരിക്കുന്നു. ആരുമില്ലാത്ത, അച്ഛനും അമ്മയുമില്ലാത്ത അവസ്ഥ. അച്ഛനാണെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരു യുവതിക്കൊപ്പം, വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പം ഒളിച്ചോടുന്ന സാഹചര്യം. അമ്മയും നഷ്ടപ്പെട്ട ഒരു 4 വയസ്സുകാരൻ. അവരുടെ ബ്ലോഗുകളൊക്കെ പരിശോധിച്ചാൽ ടോമെ നമുക്ക് കാണാം. അതിൽ വലിയ സന്തോഷത്തോടെ ഈ കുട്ടിയെയും കൊണ്ട് പല സ്ഥലങ്ങളിലും രേഷ്മ സഞ്ചരിക്കുന്നൊക്കെ ബ്ലോഗുകളിൽ കാണാം. അത്രത്തോളം സ്നേഹിച്ച ഒരു മകനെയാണ് തനിച്ചാക്കി ഈ ലോകത്ത് നിന്നും രേഷ്മ എന്നേക്കുമായി യാത്രയായത്. അതോടൊപ്പം താൻ പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ സ്നേഹിച്ച അയാളും ഇപ്പോൾ ജയിലിലൊടുക്കിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ കാഴ്ച, അച്ഛൻ മറ്റൊരു യുവതിക്കൊപ്പം പോകുന്നു. അമ്മയുടെ ആത്മഹത്യ, അവിടെ അനാഥനായത് 4 വയസ്സുള്ള കുഞ്ഞാണ്. ഇപ്പോഴും ഈ ചിന്നുവിൻ്റെയും ആൺസുഹൃത്ത് സന്ദേശിൻ്റെയും ആത്മഹത്യയിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. മരണത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്.